ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്ന പോർഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറട്ടിക്കൽ പോർഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ്. അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ നിങ്ങളിലേക്ക് ഞാൻ ചോദിക്കുവാണ്. ഇപ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ എക്സ്പാൻഡ് ചെയ്യുമ്പോഴോ അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്ന ഒരു റിസോഴ്സ് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ക്യാഷ് ആണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണം എന്ന് പറയുന്ന ഒരു റിസോഴ്സ്. അപ്പൊ ആ ക്യാഷ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇപ്പം ഓണേഴ്സിൽ നിന്ന് കിട്ടാം, അല്ലെങ്കിൽ ബാങ്ക് ലോണിൽ നിന്ന് കിട്ടാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും കിട്ടാം. അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ രണ്ട് മേജർ സോഴ്സസ് എന്ന് പറയുന്നത് ഒന്ന് ഇക്വിറ്റി ആണ്, മറ്റൊന്ന് ഡെറ്റ് ആണ്. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഓണേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ക്യാഷിനെയാണ് നമ്മൾ ഇക്വിറ്റി എന്ന് പറയുന്നത്. മറ്റൊന്ന് ഡെറ്റ് ആണ്, അതായത് ബോറോഡ് ക്യാഷിനെയാണ് നമ്മൾ ഡെറ്റ് എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഫ്ലോ ചാർട്ടിലേക്ക് നോക്കിക്കേ. ബിസിനസ് നീഡ്സ് ലോങ് ടേം ഫണ്ട്സ്. സോഴ്സസ് ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നത് ഇക്വിറ്റിയും ഡെറ്റും ആണ്. അപ്പൊ ഏതൊരു ബിസിനസിനെ സംബന്ധിച്ചും അവർക്ക് ലോങ് ടേമിലേക്ക് ക്യാഷ് റിക്വയർമെന്റ്സ് വരാറുണ്ട്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട കീ ടേം എന്ന് പറയുന്നത് ലോങ് ടേമിലേക്ക് ക്യാഷ് റിക്വയർമെന്റ്സ് ആണ്, അല്ലെങ്കിൽ ലോങ് ടേമിലേക്കുള്ള ക്യാഷ് റിക്വയർമെന്റിനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ള രീതിയിൽ ആലോചിക്കുന്നത്. അപ്പം ലോങ് ടേം ക്യാഷ് എന്തിനൊക്കെയാണ് വേണ്ടി വരുന്നത്? ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ മെഷീനറി വാങ്ങിക്കാൻ, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഇപ്പൊ എക്സ്പാൻഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പുതിയ പ്രോജക്റ്റ് ആയിക്കോട്ടെ. ഇങ്ങനെ ലോങ് ടേമിലേക്ക് ക്യാഷ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി യൂസ് ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഫണ്ട് കളക്ട് ചെയ്യുന്ന ഏതൊക്കെ രീതിയിലായിരിക്കും? ഇക്വിറ്റി ആകാം, അല്ലെങ്കിൽ ഡെറ്റ് ആകാം. അപ്പം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെറ്റിന്റെയും ഇക്വിറ്റിയുടെയും മിക്സിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ ഇവിടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഓണറിൻ്റെതായിട്ടുള്ള ഫണ്ട്, ഡെറ്റ് എന്ന് പറയുമ്പോൾ ബോറോഡ് ഫണ്ട് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് തന്നെയാണ് ഇവിടെ വീണ്ടും ഡെറ്റ് പ്ലസ് ഇക്വിറ്റി കോമ്പിനേഷൻ എന്ന് പറയുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു കമ്പനിയുടെ ടോട്ടൽ ക്യാപിറ്റലിൽ എന്തുമാത്രം ഡെറ്റും എന്തുമാത്രം ഇക്വിറ്റിയും ഉണ്ട്, അല്ലെങ്കിൽ ഡെറ്റിന്റെയും ഇക്വിറ്റിയുടെയും പ്രൊപ്പോർഷനോ അല്ലെങ്കിൽ മിക്സിനെയോ ആണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു കമ്പനി ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്, 70% ഇക്വിറ്റിയും 30% ഡെറ്റും ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറാണ്. മറ്റൊരു കമ്പനിക്ക് 40% ഇക്വിറ്റിയും 60% ഡെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ് എന്നുള്ളത് ഓർക്കണം. അപ്പം ഏറ്റവും സിമ്പിൾ ആയിട്ട് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സ് ഓഫ് ലോങ് ടേം റിസോഴ്സസ്, അല്ലെങ്കിൽ ഡെറ്റ് ഇക്വിറ്റി മിക്സിനെയാണ് നമ്മളിവിടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത എന്നാ ഫ്ലോ ചാർട്ടിൽ പറയുന്നത്? ചേഞ്ച് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ, ഡസ് ഇറ്റ് അഫക്ട് വാക്, ഡസ് ഇറ്റ് അഫക്ട് ഫേം വാല്യൂ. ഇപ്പോൾ ഒരു കമ്പനിയിൽ ഡെറ്റ് ഇൻക്രീസ് ചെയ്താൽ ഓവറോൾ കോസ്റ്റ് അല്ലെങ്കിൽ വാക്ക് എന്ന് പറയുന്നത് കുറയുമോ, അതോ ഇൻക്രീസ് ആവുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുമോ എന്നുള്ളതൊക്കെയാണ് മേജർലി നമ്മൾ അവിടെ അറിയേണ്ട കാര്യം. ഇപ്പൊ ഒരു കമ്പനിയെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ അവർ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നുണ്ട്. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫേം വാല്യൂ എന്ന് പറയുന്നത് മാക്സിമൈസ് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ഹോൾഡറിന്റെ വെൽത്തും ഇൻക്രീസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം. രണ്ട് അൾട്ടിമേറ്റ് ഗോളുകളാണുള്ളത് ഏതൊരു കമ്പനിയും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫേമിന്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ഹോൾഡറിന്റെ വെൽത്ത് എന്ന് പറയുന്നതും ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത്, ഒരു ഫേമിന്റെ വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഫേം എന്ന് പറയുന്നത് EBIT ഡിവൈഡഡ് ബൈ വാക്ക് ആണ്. അപ്പം വാക്ക് കുറഞ്ഞാൽ, അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഫേമിന്റെ വാല്യൂ ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ആകും. കാരണം എന്നാ, EBIT ന്യൂമറേറ്റർ ആണ്, വാക്ക് എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ ആണ്. അപ്പം ചെറിയൊരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി EBIT ഇൻക്രീസ് ആകും എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. നമ്മളിവിടെ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ഇവിടെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുമ്പം വാക്കിൽ ചേഞ്ച് ഉണ്ടാകുമോ? അങ്ങനെ ഉണ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണോ? ഇല്ല എന്നുണ്ടെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറെലവൻ്റ് ആണോ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അല്ലെങ്കിൽ റെലവൻ്റ് ആണോ ഇറെലവൻ്റ് ആണോ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് റെലവൻ്റ് ആണോ ഇറെലവൻ്റ് ആണോ എന്നതിനെ ബേസ് ചെയ്തിട്ട് പല പല തിയറീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ നോക്കാനുള്ളതെന്ന് പറയുന്നത് കുറച്ച് ജനറൽ ആയിട്ടുള്ള അസംഷൻസ് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിനെ ബേസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.
ആദ്യം നമ്മൾ അറിയേണ്ടത് ഇത് കുറച്ച് തിയറട്ടിക്കൽ അസംഷൻസ് ആണ്. അപ്പം റിയൽ വേൾഡിൽ ഇത് എക്സാക്ട്ലി സെയിം സിറ്റുവേഷൻ ആയിരിക്കണം എന്നില്ല എന്നുള്ള കാര്യവും നിങ്ങൾ ഓർക്കണം. ഇത് സിമ്പിൾ ആയിട്ട് തിയറി എന്നുള്ള രീതിയിൽ പറയുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ അസ്യൂം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യത്തേന്ന് പറയുന്നത് നോ കോർപ്പറേറ്റ് ടാക്സ് ആണ്. അതായത് ടാക്സിന്റെ എഫക്റ്റ് ഇവിടെ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുന്നത് EBIT എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അതായത് ഓപ്പറേറ്റിംഗ് ഇൻകത്തിൽ ഒരു ചേഞ്ചും ഉണ്ടാവുന്നില്ല. പിന്നെ മൂന്നാമത്തേത് ബിസിനസ് റിസ്ക് കോൺസ്റ്റന്റ്. അതായത് ഫിനാൻഷ്യൽ റിസ്ക് മാത്രമേ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യത്തുള്ളൂ. ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ ആയിരിക്കും നിൽക്കുന്നത്. പിന്നെ പറയുന്നത് പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്. അതായത് അവിടെ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇല്ല, ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഇല്ല. ഇൻഫർമേഷൻ എന്ത് കാര്യത്തിനും, അതായത് കമ്പനിയെ ബേസിലുള്ള എന്ത് ഇൻഫർമേഷൻ ആണെങ്കിലും എല്ലാവർക്കും ഈക്വലി അവൈലബിൾ ആയിരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ആർ റാഷണൽ. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ ലോജിക്കലായിട്ട് ആലോചിച്ചിട്ട് ഡിസിഷൻ എടുക്കുന്നവരായിരിക്കും എന്നുള്ളതാണ് ഇൻവെസ്റ്റേഴ്സ് ആർ റാഷണൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നത് നോ റീറ്റെയിൻഡ് ഏർണിങ്സ്. അതായത് എത്ര പ്രോഫിറ്റ് കിട്ടിയാലും അത് മൊത്തം ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കും, റീറ്റെയിൻ ചെയ്ത് വെക്കാറില്ല. എത്ര ഏർണിങ്സ് ഉണ്ടോ അത് മൊത്തത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജനറൽ ആയിട്ട് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിൽ അസംഷൻസ് ആയിട്ട് എടുക്കുന്ന കാര്യം. എന്തൊക്കെയാ? ആദ്യത്തേത് നോ കോർപ്പറേറ്റ് ടാക്സ്, രണ്ടാമത്തേത് EBIT ഇസ് കോൺസ്റ്റന്റ്, മൂന്നാമത്തേത് ബിസിനസ് റിസ്ക് ഇസ് കോൺസ്റ്റന്റ്, നാലാമത്തേത് പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്, അഞ്ചാമത്തേത് ഇൻവെസ്റ്റേഴ്സ് ആർ റാഷണൽ, ആറാമത്തേത് നോ റീറ്റെയിൻഡ് ഏർണിങ്സ്. ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ തിയറി ആയിട്ടുള്ള നെറ്റ് ഇൻകം തിയറിയാണ്. ഇവിടെ നമ്മൾ എന്താ കൊടുത്തിട്ടുള്ളത്? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് റെലവെന്റ് ആണ്. ഇൻക്രീസ് ഡെറ്റ്, ബാക്ക് ഡിക്രീസസ്, ഫേം വാല്യൂ ഇൻക്രീസസ്. നെറ്റ് ഇൻകം തിയറിയിൽ പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഡെറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫേം വാല്യൂ ഇൻക്രീസ് ആവും. കാരണം എന്നാ? ഡെറ്റ് എന്ന് പറയുന്നത് ചീപ്പർ സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് എന്ന് പറയുന്ന തിയറിയാണ് നെറ്റ് ഇൻകം തിയറി. രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ടത് ഈ തിയറിയിൽ. ഒന്നാമത്തേത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് റെലവെന്റ് ആണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആണ്. ഡെറ്റ് ഇൻക്രീസ് ചെയ്താൽ ഫേം വാല്യൂ ഇൻക്രീസ് ആവും. കാരണം ഡെറ്റ് എന്ന് പറയുന്നത് ചീപ്പർ സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. എന്തുകൊണ്ടാണ് ഡെറ്റ് ചീപ്പർ സോഴ്സ് ഓഫ് ഫിനാൻസ് ആവുന്നത്? അതാണ് നമ്മൾ അടുത്തതിൻ്റെ അകത്ത് പറയുന്നത്. കോസ്റ്റ് ഓഫ് ഡെറ്റ് KD greater than cost of equity. Debt is cheaper source. Replace expensive equity with cheap debt. Back decreases. അതായത് ഡെറ്റ് ഹോൾഡേഴ്സിൽ ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് മാത്രമേ കിട്ടത്തുള്ളൂ. ഡെറ്റ് ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് ഫിക്സ്ഡ് ഇൻട്രസ്റ്റേ കിട്ടത്തുള്ളൂ. നമ്മൾ ഓൾറെഡി കോസ്റ്റ് ഓഫ് ഡെറ്റ് കണ്ടുപിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഡെറ്റ് ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് പ്രോഫിറ്റ് കിട്ടിയാലും, അതായത് കമ്പനിക്ക് പ്രോഫിറ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും അവർ ഡിബഞ്ചർ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഐ മീൻ അവർ ഡെറ്റ് എന്തെങ്കിലും എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഇവർ ഇൻട്രസ്റ്റ് പേ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് മാത്രമേ ഡെറ്റ് ഹോൾഡേഴ്സിന് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് റിസ്ക് കുറവാണ്. ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് റിസ്ക് കുറവാണ്. അപ്പൊ എന്നാ, അവർ ലോവർ റിട്ടേൺ മാത്രമേ ഡിമാൻഡും ചെയ്യത്തുള്ളൂ. ഇപ്പൊ ഇക്വിറ്റി ആണ് എന്നുണ്ടെങ്കിൽ, ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡർ ആണ് എന്നുണ്ടെങ്കിൽ അയാൾ ഉറപ്പായിട്ടും അവിടെ ചോദിക്കാൻ പോകുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് കൂടുതലാണ്. കാരണം എന്നാ, റിസ്ക് കൂടുതലായിട്ട്. പക്ഷെ ഡെറ്റ് ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ റിസ്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ ലോവർ റിട്ടേണേ അവർ ഡിമാൻഡ് ചെയ്യത്തുള്ളൂ. പക്ഷെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സോ, അവർ റെസിഡ്യുവൽ ക്ലെയിം ഹോൾഡേഴ്സ്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിഡ്യുവൽ ക്ലെയിം ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിവിഡൻഡ് ഇപ്പൊ എത്ര പ്രോഫിറ്റ് ഉണ്ടോ അതിന്റെ ബാക്കി എന്നുള്ള രീതിയിൽ അവർക്ക് കിട്ടണം, അല്ലെങ്കിൽ ഡിവിഡൻഡ് എന്നുള്ള രീതിയിൽ അവർക്ക് എക്സ്ട്രാ ഇൻകം കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവർക്ക് റിസ്ക് കൂടുതലാണ്. റിസ്ക് കൂടുമ്പോൾ തന്നെ ഹയർ ആയിട്ട് അവർ എമൗണ്ട് തിരിച്ചു ചോദിക്കും, അല്ലെങ്കിൽ റിട്ടേൺ എന്ന് പറയുന്നത് അവർക്ക് കൂടുതൽ വേണം എന്നുള്ളത് ചോദിക്കും. അതുകൊണ്ടാണ് നോർമലി KD എന്ന് പറയുന്നത് ഈ സംഭവം വരുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്. കോസ്റ്റ് ഓഫ് ഡെറ്റ് ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്നുള്ള രീതിയിൽ കൊടുക്കുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു കമ്പനി ചീപ്പാണ്, അല്ലെങ്കിൽ ചീപ്പ് ഡെറ്റ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഓവറോൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് കുറയുമായിരിക്കും ചെയ്യുന്നത്. കോസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പറ്റുന്നത്? ഫേം വാല്യൂ ഇൻക്രീസ് ആവുമായിരിക്കും ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തോണം. പിന്നെ പറയുന്നത് അസംഷൻസ് അണ്ടർ NI തിയറി ആണ്. ഇവിടെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KD കോൺസ്റ്റന്റ് ആണ്, KEയും കോൺസ്റ്റന്റ് ആണ്. അത് നമുക്ക് ഇത് രണ്ടും നോക്കാം. അപ്പം NI തിയറി അസ്യൂം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഡെറ്റ് ഇൻക്രീസ് ചെയ്താലും
കോസ്റ്റ് ഓഫ് ഡെറ്റിൽ ചേഞ്ച് ഉണ്ടാവത്തില്ല, കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയിലും ചേഞ്ച് ഉണ്ടാവത്തില്ല. ഇത് രണ്ടുമാണ് മേജർ അസംഷൻസ് പറയുന്നത്. പക്ഷെ റിയൽ വേൾഡിൽ അങ്ങനെയല്ല. തിയറി അസ്യൂം ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ചീഫ് സോഴ്സ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ചീഫ് സോഴ്സിന്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത്. പക്ഷെ വാക്ക് എന്ന് പറയുന്നത് ഡിക്രീസ് ആവുകയും ചെയ്യും. വാല്യൂ ഓഫ് ഫേമിന്റെ ഇക്വേഷൻ വെച്ച് ആലോചിച്ചാൽ മതി. അടുത്തതെന്ന് പറയുന്നത് എന്നാ, ഒപ്റ്റിമം സ്ട്രക്ചർ അണ്ടർ NI തിയറി ആണ്. ഡെറ്റ് കീപ്സ് ഇൻക്രീസിങ്, വാക്ക് കീപ്സ് ഡിക്രീസിങ്, ഫേം വാല്യൂ കീപ്സ് ഇൻക്രീസിങ്, ബെസ്റ്റ് സ്ട്രക്ചർ ഇസ് ഈക്വൽ ടു 100% ഡെറ്റ് എന്നുള്ളതാണ്. അപ്പം ഇവിടെ NI തിയറിയുടെ അണ്ടറിൽ പറയുന്നത് ഡെറ്റ് ഇൻക്രീസ് ചെയ്താൽ വാക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഫേം വാല്യൂ എന്ന് പറയുന്നത് EBIT ഡിവൈഡഡ് ബൈ വാക്ക് ആണ്. അപ്പം ഡിനോമിനേറ്റർ കുറയുമ്പം ഫേം വാല്യൂ ഇൻക്രീസ് ആവും. അപ്പം തിയറി പറയുന്നത് ബെസ്റ്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ ബെസ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എപ്പോഴും 100% ഡെറ്റ് ഉള്ളതായിരിക്കും. ഒപ്പം തന്നെ ഓർത്തോണം, പ്രാക്ടിക്കൽ ലൈഫിൽ, അതായത് റിയൽ വേൾഡിൽ 100% ഡെറ്റ് എന്ന് പറയുന്നത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. തിയറിയിൽ മാത്രമേ ഉള്ളൂ ബെസ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന 100% ഡെറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതും ഓർത്തോണം. ഇനി അറിയേണ്ടതെന്ന് പറയുന്നത് ഇതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. റിയൽ വേൾഡ് സിറ്റുവേഷൻ, മോർ ഡെറ്റ് എന്ന് പറഞ്ഞാൽ മോർ ഫിനാൻഷ്യൽ റിസ്ക് ആണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിമാൻഡ് ഹയർ റിട്ടേൺ, കെ ഇൻക്രീസസ്, വാക്ക് മേ ഇൻക്രീസ്. അതായത് ഇപ്പോൾ ഒരു കമ്പനി ഒത്തിരി അധികം ഡെറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ട ബേർഡൻ എന്ന് പറയുന്നത് കൂടുവാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർ ബാങ്ക്രപ്റ്റ് ആവാനുള്ള റിസ്ക് അല്ലെങ്കിൽ ബാങ്ക്രപ്റ്റ് ആവാനുള്ള സാധ്യത എന്ന് പറയുന്നതും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇൻവെസ്റ്ററിന്റെ എന്താ ഒരു പേടി അല്ലെങ്കിൽ ഫിയർ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. എന്താ, ബാങ്ക്രപ്റ്റ് ആവാനുള്ളൊരു സാധ്യത ഉണ്ടല്ലോ, അല്ലെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്ത് പോകാനുള്ള സാധ്യത ഉണ്ടല്ലോ എന്നുള്ളൊരു പേടി അവരിൽ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അതുകൊണ്ട് തന്നെ കൂടുതൽ റിട്ടേൺ ഡിമാൻഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്നാ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യുമല്ലേ. അങ്ങനെ ആയാൽ വാക്കും ഡിക്രീസ് ആവില്ല. അങ്ങനെ ആയാൽ വാക്ക് ഡിക്രീസ് ആവില്ല. ഇതാണ് നെറ്റ് ഇൻകം തിയറിയുടെ മെയിൻ വീക്ക്നെസ് ആയിട്ട് നമ്മളിവിടെ പറയുന്നത് എന്നുള്ള കാര്യം ഓർത്തോണം. അപ്പം ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ NI തിയറിയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ റെലവെന്റ് ആണ്, ഡെറ്റ് എന്ന് പറയുന്നത് ബെനിഫിഷ്യൽ ആണ്. പക്ഷെ ഓർത്തോണം, ഇവിടെ 100% ഡെറ്റ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ബെസ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന 100% ഡെറ്റ് ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും റിയൽ ലൈഫിൽ അങ്ങനല്ല എന്നുള്ളത് ഓർത്തോണം. കൂടുതൽ ഡെറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ലോവർ ആയിരിക്കും വാക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത്. വാക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഫേം വാല്യൂ കൂടും. കാരണം എന്നാ, വാല്യൂ ഓഫ് ഫേം എന്ന് പറയുന്നത് EBIT ബൈ വാക്ക്. വാക്കിന്റെ ഡിനോമിനേറ്ററിന്റെ വാല്യൂ കുറയുമ്പം വാല്യൂ ഓഫ് ഫേം കൂടുവാണ് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തോണം. പിന്നെ 100% ഡെറ്റ് എന്ന് പറയുന്നത് തിയറട്ടിക്കലി ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. പക്ഷെ റിയൽ വേൾഡിൽ അത്രയും ഒന്നും റിസ്ക് എടുക്കാനായിട്ട് ആരും റെഡി ആവത്തില്ല. അത് മാത്രമല്ല, അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഡെറ്റിലേക്ക് പോകുമ്പോഴത്തേക്കും റിസ്ക് വളരെയധികം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് NI തിയറിക്കകത്ത് ഓർത്തിരിക്കേണ്ടത്. ഇതിന്റെ പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കും.